Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ നത്തിങ് ഫോൺ വണെന്ന ഈ ഒരു ഫോണിന്റെ യൂസ്ഡ് റിവ്യൂ ആണ്. പ്രോസ് ആൻഡ് കോൺസ്, ഗുണങ്ങളും ദോഷങ്ങളും രണ്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. യൂസ് ചെയ്തതിന് ശേഷമുള്ള അനുഭവമാണ് ഗൈസ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് ഈ ഫോണിന്റെ അൺബോക്സിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി നമ്മൾ ഇതിപ്പോൾ ഒരുപാട് നിങ്ങൾ കണ്ടു കാണും. ഇവിടെ ബോക്സിൽ അല്ലെങ്കിലും വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ചാർജിങ് കേബിൾ, കുറച്ച് ഡോക്യുമെന്റേഷൻ, പിന്നെ അതിനകത്തൊരു സിം ടൂളും. ചാർജറൊന്നും ഇല്ല, എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അപ്പോൾ ഈ ഫോണിലേക്ക് വന്നാൽ എങ്ങനെയുണ്ട് ഇതിന്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഇതിന്റെ ഡിസൈൻ എങ്ങനെയുണ്ട്, കയ്യിൽ പിടിക്കാൻ നല്ലൊരു പ്രീമിയം ഫോൺ കയ്യിൽ പിടിക്കുന്ന ഫീൽ ഉണ്ട് എന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത്. അതുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും ഈ കുറച്ച് ദിവസം യൂസ് ചെയ്തതിൽ എനിക്ക് നല്ലൊരു ഇൻഹാൻഡ് ഫീൽ തന്നെയാണ് കിട്ടിയത്. സാധാരണ ഒരു മിഡ് റേഞ്ച് ഫോൺ, ഇങ്ങനെ ഏതെങ്കിലും ഐക്യു, പോക്കോ അല്ലെങ്കിൽ റിയൽമി അങ്ങനെ ഏതെങ്കിലും ഒരു മിഡ് റേഞ്ച് ഫോൺ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ആയാലും ഒരു മിഡ് റേഞ്ച് ഫോൺ ഉപയോഗിക്കുന്ന ഫീൽ അല്ല, ഒരു പ്രീമിയം സെഗ്മെൻറ്റ്, ഒരു 60 രൂപയുടെ മുകളിലൊക്കെ വരുന്ന ഈ ഐഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന. ഇപ്പോൾ ഐഫോൺ 13 Pro Max പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഏറെക്കുറെ ആ റേഞ്ചിലുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒരു പ്രീമിയം ഫീൽ ഈ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി റൈറ്റ് ആണ്, നല്ല ഫീലാണ്. കാണാനുള്ള ലുക്ക് നിങ്ങൾക്ക് പിന്നെ ഇവിടെ അറിയാം. ഇതൊരു ഐഫോൺ 12 പിന്നെ ട്രാൻസ്പെറൻറ്റ് ബാക്ക് വെച്ച പോലെ ഉണ്ട് ഇതിൻ്റെ റിയർ സൈഡ്. ഫ്രണ്ടിലേക്ക് വന്നാൽ നോച്ച് മാറ്റി ഐഫോണിലൊരു പഞ്ച് ഹോൾ വെച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെയുണ്ട്. ഡൗട്ടൊന്നും വേണ്ട, ഞാൻ പ്രൂവ് ചെയ്ത് തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, സെയിം വാൾപേപ്പർ ഇട്ടുകൊണ്ട് 13 Pro Maxും ഈ ഫോണും സൈഡ് ബൈ സൈഡ് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കറക്റ്റ് ആ ബെസിൽസ് ഒക്കെ അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ക സെയിം ആണ് ഈ രണ്ട് ഫോണിൻ്റെയും ലുക്ക് അല്ലേ. ആ നോച്ചിന് പകരം പഞ്ച് ഹോൾ, അത്രയേ ഉള്ളൂ വ്യത്യാസം. സോ ഏറെക്കുറെ പക്കായിട്ട് ഐഫോണിൻ്റെ ഒരു കോപ്പി എന്ന് പറയേണ്ട ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡിസൈൻ എന്ത് തന്നെയായാലും നന്നായിരിക്കുന്നു സംഗതി. കാണാനും അതേപോലെ തന്നെ കയ്യിൽ പിടിക്കാനും യൂസ് ചെയ്യാനൊക്കെ ഓവറോൾ കൊള്ളാം. ഇനി ഇതിൻ്റെ ഗ്ലിഫ് ലൈറ്റിംഗ് എങ്ങനെയുണ്ട്, ഈ ഒരു കാര്യം അടുത്ത പ്രധാന പോയിന്റാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞാൻ കമ്മ്യൂണിറ്റി വഴി നമ്മുടെ സുഹൃത്തുക്കളോട് ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് നേരത്തെ തന്നെ ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾക്കിത് ഇഷ്ടമാണെന്ന് ചോദിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വോട്ടിംഗ് പോലെയൊക്കെ ഞാൻ ചെയ്തിരുന്നു. റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തിന് കുറച്ച് മുമ്പ് മാത്രമാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത്. 2.5K ആൾക്കാരാണ് ഇതിൽ നമുക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 77% ആൾക്കാരും പറയുന്നത് ഇതൊരു ഗിമിക്കാണ്, അതിനപ്പുറത്തേക്ക് ഇതിൽ വലിയ യൂസ് ഒന്നും ഇല്ല എന്നാണ്. ബാക്കി ഒരു 23% ആൾക്കാർ ഇത് കൊള്ളാം, കുഴപ്പമില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ലതാണ്, യൂസ്ഫുൾ ആണ് എന്ന രീതിയിലാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഞാനിതിൽ ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 77%ലാണ്. അതായത് എനിക്കിത് വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. കാരണം കൂടി ഞാൻ പറയാം. ഒരുപക്ഷെ ആ 77% ആൾക്കാരുടെയും കാരണം ഇത് തന്നെ ആയിരിക്കാം. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് ബേസിക് ആയിട്ട് നമ്മുടെ ഫോൺ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് വെക്കുക, മുകളിലായിരിക്കും ഡിസ്പ്ലേ. കമഴ്ത്തി യൂഷ്വലി നമ്മളാരും ഫോൺ വെക്കാറില്ല. അപ്പം തന്നെ ഈ സംഗതി യൂസ്ഫുൾ അല്ല എന്നുള്ള കാര്യം ക്ലിയർ ആയി. ഇനി ഇതിൻ്റെ യൂസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, പല കോൺടാക്റ്റുകൾക്കും സെപ്പറേറ്റ് നമുക്ക് ഇതിൻ്റെ റിംഗ് ടോണും അതേപോലെ ഇതിൻ്റെ ഗ്ലിഫ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് കണ്ടാൽ തന്നെ അത് ആരാണ് വിളിക്കുന്നതെന്ന് ഡിസ്പ്ലേയിൽ നോക്കാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ അതിൽ തന്നെയുണ്ട് നല്ലൊരു വിരോധാഭാസം. വേറൊന്നുമല്ല, ഈ ഫോൺ കമിഴ്ത്തി വെച്ച് ഇതിൻ്റെ പുറകിലെ ലൈറ്റ് നമ്മൾ അസൈൻ ചെയ്ത് ഓരോ കോൺടാക്റ്റിന് അസൈൻ ചെയ്ത് കാണാപ്പാടം പഠിച്ച് മിന്നുന്ന എണ്ണം നോക്കിക്കൊണ്ടത് ആരാണെന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമല്ലേ ഇത് മലത്തി വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ പോരെ, ആരായച്ചിരിക്കുന്നത് എന്താ വരുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് കണ്ടുകൂടെ. പിന്നെ എന്തിനാണ് ഇതിങ്ങനെ കോൺടാക്ട് അസൈൻ ചെയ്ത് പിന്നിലൊരു ലൈറ്റ് ഇട്ട് ആ ലൈറ്റ് നോക്കിയിരുന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ആൾക്കാരുടെ മുമ്പിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഗ്ലിഫ് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് ചെല്ലുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ ഈ ഫോണിൽ ഈ ഗ്ലിഫ് ലൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കുക അല്ലെങ്കിൽ എടുത്ത് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് വാവ് അത് അടിപൊളി അങ്ങനെ ഒരു ചിന്ത വരുമോ, അതോ കൊള്ളാലോ അതെന്തിട്ടത് വെറൈറ്റി, അങ്ങനെ ഒരു കൗതുകമാണോ വരിക, ഒരു സ്റ്റാൻഡേർഡായിട്ട് ഫീൽ ചെയ്യുമോ, അതോ ഒരു കൗതുകകരമായൊരു വസ്തു നോക്കുന്ന പോലെ മാത്രമായിരിക്കുമോ തോന്നുക? ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെയാണ്. സോ അതുകൊണ്ടും എനിക്ക് ഈ ഒരു സംഗതി അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമാവുന്നില്ല. പക്ഷെ അത് തികച്ചും പേഴ്സണലായ ഒരു തോട്ടാണ് കേട്ടോ. കാരണം ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മറ്റുള്ളവർ വേറെ രീതിയിൽ ചിന്തിക്കാം, ഇത് നല്ലതായിട്ടും ചിന്തിക്കാം. സോ അത് പേഴ്സണലായ ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ലൈഫിൻ്റെ കാര്യമൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്. കാരണം ഇത് എത്ര നാൾ ഇങ്ങനെ കത്തി നിൽക്കും, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ അടിച്ചു പോകും ഈ ലൈറ്റൊക്കെ എന്നുള്ളതും ഒരു പ്രധാന ചോദ്യമാണ്. പിന്നെ ഈ സ്ട്രിപ്പൊക്കെ അടർന്നു പോകുന്നതായിട്ട്, ഈ ലൈറ്റിൻ്റെ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഇതൊക്കെ അടർന്നു പോകുന്നതായിട്ട് ട്വിറ്ററിലും മറ്റുമൊക്കെ പല ട്വീറ്റുകളും വരുന്നുണ്ട്. സോ ഇങ്ങനെ ഈ 2-3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു സംഗതി അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല അല്ലെങ്കിൽ അത്ര യൂസ്ഫുൾ അല്ല എന്ന രീതിയിൽ വിലയിരുത്തുന്നത്. ഒരു പക്ഷേ ഈ 77% ആൾക്കാരും ആ കാരണം കൊണ്ട് തന്നെയാവാം ഈ ഒരു സംഗതി അത്ര യൂസ്ഫുൾ അല്ല, ഒരു ഗിമിക്ക് മാത്രമാണെന്ന രീതിയിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം വരാം, ബാക്കി 23% ആൾക്കാരുടെ കാര്യം, അപ്പോൾ അവരൊക്കെ മണ്ടന്മാരാണോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. ഒരിക്കലുമല്ല, അവരാണ് യഥാർത്ഥ ഇന്നൊവേഷൻ നടത്തുന്ന ആൾക്കാർ. അതായത് ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയ ഒരു സംഗതി വരുമ്പോൾ, ഞാനടക്കമുള്ള ആൾക്കാർ ഇത് അത്ര യൂസ്ഫുൾ അല്ല എന്ന് കണ്ട് ഒഴിവാക്കുമ്പോൾ, ആ കുറച്ച് പേർ ഇതൊരു ഡിഫറൻറ്റ് കൺസെപ്റ്റ് ആണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാണ്, മാറ്റത്തെ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ അല്ലെങ്കിൽ മാറ്റങ്ങളുടെയൊക്കെ ഒരു ശക്തി എന്ന് പറയുന്നത്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കാണിക്കുന്ന ഒരു മനസ്സ് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഇതൊരു മാറ്റമാണ്, ഒരു ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു യൂണിക് സെറ്റപ്പാണ്. ഒരുപക്ഷെ ഇതുപോലുള്ള പുതിയ ഇന്നോവേഷൻസ് മറ്റ് ബ്രാൻഡുകൾക്ക് നടത്താൻ
ഇതുപോലുള്ള കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് അനിവാര്യമാണ്. എന്തായാലും അതും ഒരു നല്ല വശമാണ്. സോ ഇത് ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. ഇൻഫാക്ട് ഇത് താല്പര്യമാവാത്ത ആൾക്കാരാണ് കൂടുതലെന്ന് മാത്രം. സോ നിങ്ങൾക്കിത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടോ, അതോ ഞാൻ ചിന്തിക്കുന്ന പോലെ യൂസ്ഫുൾ അല്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തതിൽ നിന്നും നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. വളരെ സ്മൂത്തായ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് ആയിട്ടുള്ള നല്ല ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിതിൽ കണ്ടത് നെറ്റ്ഫ്ലിക്സിൽ ഗ്രേമാൻ കണ്ടോ, നമ്മുടെ ധനുഷൊക്കെ ചെറിയൊരു റോൾ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്, ഹോളിവുഡ് സിനിമയാണ് ദ ഗ്രേമാൻ. അത് ഞാൻ കണ്ടത് ഈ ഫോണിലാണ്. അവരുടെ നത്തിങ് ഇക്കോസിസ്റ്റം ഇയർബഡ് വെച്ചുകൊണ്ടാണ് ഞാനിത് കണ്ടത്. കൊള്ളാമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇതിൽ ഇയർബഡ് വെക്കുന്നതിന് മുമ്പത്തെ ഒരു അവസ്ഥ ഇത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറുള്ള ഫോണാണ്. പക്ഷേ ആ ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ഇയർ പീസിൻ്റെ ഭാഗത്ത് ആ സ്പീക്കർ അത്ര ലൗഡല്ല. സോ അതുകൊണ്ട് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്, അതിൻ്റെ ഒരു ഗുണം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് എടുക്കേണ്ട. അതില്ല, വളരെ കുറവാണ് അവിടുത്തെ സൗണ്ട്. സോ ഇയർഫോൺ വെച്ചുകൊണ്ടാണ് ഞാനത് കണ്ടത്. നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നെറ്റ്ഫ്ലിക്സിലായാലും എവിടെയായാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സിനിമ കാണാം. HDR 4K എല്ലാ സംഭവങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ഓക്കെയാണ്, കംപ്ലൈൻ്റ് ഇല്ല. ഔട്ട്ഡോറിലേക്ക് വന്നാൽ ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു ചെറിയ കാര്യം പറയാനുണ്ടെന്ന്. വേറൊന്നുമല്ല, ബ്രൈറ്റ്നസിൻ്റെ കാര്യമാണ്. ഈവൻ നമ്മുടെ ഇതിനേക്കാൾ വില കുറഞ്ഞ ഇത് കിട്ടുന്ന ഈ പോക്കോയോ അല്ലെങ്കിൽ IQ Neo 6 ആണെങ്കിൽ പോലും നമുക്ക് നല്ല ബ്രൈറ്റായ ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോറിൽ നമുക്ക് നല്ല രീതിക്ക് വിസിബിൾ ആണ്. പക്ഷേ ഇതിന് അത്ര വിസിബിലിറ്റി ഇല്ല. പലപ്പോഴും നമ്മളിത് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് ഫുൾ അല്ലേ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ തുറന്ന് നോക്കുന്നൊരവസ്ഥയുണ്ട്. കാരണം നമ്മൾ അത്തരം ഫോണുകളൊക്കെ ഉപയോഗിച്ച് വന്നിട്ട് ഇതിൽ ബ്രൈറ്റ്നസ് കുറവ് കാണുമ്പോൾ ശരിക്കും കാണാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ് ചെക്ക് ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. കാണാൻ പറ്റുന്നില്ല, യൂസ് ഇല്ല എന്നല്ല, തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ബെറ്റർ ആക്കാമായിരുന്നു. 34,000 രൂപയുടെ ഒരു ഫോൺ ആയതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. ആ വിലയ്ക്ക് ഇതിനേക്കാൾ കുറെ കൂടി ബെറ്ററായ ബ്രൈറ്റായ ഡിസ്പ്ലേ എല്ലാ ഫോണുകളിലും എല്ലാ ബ്രാൻഡുകളും കൊടുക്കുന്നുണ്ട്. സോ ഇവർക്കും അത് കൊടുക്കായിരുന്നു. ബ്രൈറ്റ്നസ് ഡേ ലൈറ്റിൽ കുറവാണ്. സോ അങ്ങനെയാണ് ഡിസ്പ്ലേയെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ഇതിൽ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇതിൻ്റെ ക്യാമറ സാമ്പിൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് മിക്സഡായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഡേ ലൈറ്റ് ഇമേജുകൾ നിങ്ങളിവിടെ കാണുന്ന പോലെ നന്നായിട്ടുണ്ട്. വൈഡ് ആംഗിൾ ക്യാമറയും മെയിൻ ക്യാമറയും തമ്മിൽ നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് കാണുന്നുണ്ട്. ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കളറിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് കാണുന്നുണ്ട്. ബട്ട് അത് കമ്പയർ ചെയ്യാണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആ രീതിയിലുള്ളൊരു ക്വാളിറ്റി നല്ല ലേറ്റ് ഉള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ക്യാമറയാണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ടോട്ടലി രണ്ടും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വീഡിയോ വലിയ കുഴപ്പമില്ലെങ്കിലും സ്റ്റെബിലൈസേഷൻ വലിയ എഫക്റ്റീവായിട്ട് നമുക്ക് കാണാനില്ല. ഈ ഒരു പ്രൈസിലെ ഫോൺ എന്ന രീതിയിൽ കുറച്ച് ബെറ്റർ ആയ ഒരു സ്റ്റെബിലൈസേഷനൊക്കെ ആവാമായിരുന്നു. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജുകൾ. ആദ്യം ഇത് അത്ര നല്ല ക്വാളിറ്റി ആയിരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ സൈഡ് ബൈ സൈഡ് കാണാം. ഒരേപോലെ ആവറേജ് ലൈറ്റിംഗ് കണ്ടീഷനിൽ സെൽഫി എടുത്താൽ ഈ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു മുമ്പ്. അതായത് മുമ്പത്തെ അത്ര നല്ലതായിരുന്നില്ല. ഇപ്പോൾ അപ്ഡേറ്റിന് ശേഷം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല സെൽഫികളും നല്ല മെയിൻ ക്യാമറ ഇമേജുകളും നമുക്ക് എടുക്കാൻ സാധിക്കും. സോ ആ ഒരു ക്യാമറ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ പോരാ എന്നുള്ള ആ ഒരു സംഗതി അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റി കൂടി നമുക്ക് കണ്ടു നോക്കാം. ഇത് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നമുക്ക് ഇപ്പോൾ നല്ല വീഡിയോസ് ആണ് കിട്ടുന്നത്. ഈ കാണുന്ന പോലെ സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയാണ് കേട്ടോ. എന്നാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ ഇത് മോശമായിരുന്നു മുമ്പ്. ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഈ കാണുന്ന പോലെ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന ക്വാളിറ്റി കിട്ടും. ഇത് തീർച്ചയായിട്ടും ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് മെയിൻ ക്യാമറയുടെയാണ്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ള നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പിനകത്താണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ വീഡിയോ എടുക്കാം. ഒട്ടും തന്നെ മോശമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ? നിങ്ങൾക്ക് ഈ ക്യാമറ ഇമേജുകൾ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടോ, ഇത് മതിയോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ക്യാമറ എപ്പോഴും പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലതായിരിക്കാം. ഇനി ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കംപ്ലൈന്റ് ഇല്ല. നോർമൽ യൂസിന് ഒരു കംപ്ലൈന്റും ഇല്ല. വളരെ സ്മൂത്ത് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ പക്ക സ്മൂത്ത് ആണ്. ഒറ്റ ബ്ലോട്ട് വയേഴ്സ് ഇല്ല. അതായത് വേറെ പരസ്യ ആപ്ലിക്കേഷനുകളില്ല, വേറെ പരസ്യങ്ങളില്ല. ഓവറോൾ കണ്ടീഷനാണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. യൂസ് ചെയ്യുമ്പോഴായാലും വേറെ സ്ലറ്റേഴ്സ്, ലാഗ് അങ്ങനെ ഒന്നുമില്ല. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, ഈ ബഗ് ഫിക്സ് ഒക്കെ ആയിട്ട് വന്ന പുതിയ അപ്ഡേറ്റ് അടക്കം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഒരു സംഭവമില്ല. അതിന് മുമ്പും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ബട്ട് അതിന് ശേഷവും പക്ക കണ്ടീഷനാണ്, ഒരു ഇഷ്യൂ ഇല്ല. ഗെയിമിങ്ങിലേക്ക് വന്നാൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല. അതായത് ഞാൻ BGMI കളിക്കാൻ നോക്കി. സാധാരണഗതിയിൽ ഒരു 10,000-15,000 രൂപ റേഞ്ച് തൊട്ട് അങ്ങോട്ട് TDM കളിക്കുമ്പോൾ നമുക്ക് ഒരു ഫോണിലും ലാഗ് തോന്നാറില്ല. ബട്ട് ഇതിൽ TDM കളിക്കുമ്പോൾ വരെ എനിക്ക് ലാഗ് തോന്നി. ഈ പ്രോസസ്സർ അത്യാവശ്യം നല്ല പ്രോസസ്സറാണ്. ബട്ട് ഈ ഫോൺ ഗെയിമിന് വേണ്ടി നല്ല രീതിക്ക് ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ ഭാവിയിൽ ചെയ്യുമായിരിക്കാം. ഇപ്പോഴേക്ക് ഈ പ്രോസസ്സറിൽ ആ ഗെയിം എങ്ങനെ പെർഫോം ചെയ്യണോ ആ ലെവലിൽ പോലും ഇതിൽ പെർഫോം ചെയ്യുന്നില്ല. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഈ ഫോൺ നോക്കുകയും വേണ്ട. ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് ഉള്ള ഗെയിമിംഗ് ഫോണുകളുണ്ട്. ഇതിൻ്റെ വിലയ്ക്കാണെങ്കിൽ വേറെ ലെവൽ ഗെയിമിംഗ് ഫോണുകൾ കിട്ടാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ
ഇത് ഗെയിമിംഗ് എന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുക വേണ്ട, എടുക്കുക വേണ്ട, അതിനുള്ളൊരു സെറ്റപ്പ് ഇല്ല. ഇനി ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ലൈഫിലൊന്നും കുഴപ്പമില്ല. ഒരു ദിവസം കിട്ടുന്നുണ്ട്. ഒരു 50% ബാറ്ററി ഉള്ളപ്പോഴാണ് ഞാൻ ഇന്നലെ ദ ഗ്രേ മാൻ സിനിമ കാണാൻ തുടങ്ങിയത്. ആ സിനിമ കഴിയുമ്പോൾ 32% ബാറ്ററി ബാക്കി ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് അത്ര നല്ലൊരു ബാറ്ററി ലൈഫ് ആണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തായാലും രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും എനിക്ക് ഫുള്ളായിട്ട് റീചാർജ് ചെയ്യേണ്ടി വന്നു. ഞാൻ പറഞ്ഞ എൻ്റെ പ്രൈമറി ഫോണായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല യൂസ് ഉണ്ട് അതിന്. അവർ ആ ഒരു 10 മണിയാകുമ്പോഴേക്കും ഫുള്ള് കഴിഞ്ഞ് ഓഫായി പോയി. പക്ഷേ അത് കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അത് ബാറ്ററി ലൈഫിൽ വലിയ പ്രശ്നമില്ലെന്ന് പറയാം. ചാർജിങ്ങിലേക്ക് വരുമ്പോൾ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. 20 വാട്ടിൻ്റെ ആപ്പിളിൻ്റെ ചാർജറാണ് ഞാനിവിടെ ജനറലി എല്ലാ ഫോണുകളും ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് വെച്ച് ഇതും ചാർജ് ചെയ്തു. 42 ഡിഗ്രി വരെ ടെമ്പറേച്ചർ കയറി വന്നു. ചൂടായി ഫോൺ. ഓവർ ഹീറ്റിംഗ് ആയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ചൂടായി. എൻ്റെ മോൾ ഇതിൽ കൈ വെച്ചിട്ട് പറഞ്ഞു ഇത് പൊട്ടിത്തെറിക്കോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആ രീതിക്ക് ഇത് ചൂടായി. ചാർജ് ചെയ്യുമ്പോൾ യൂഷ്വലി ചൂട് വരും. അതുകൊണ്ടത് നോർമലാണെന്ന് വിചാരിക്കാം അല്ലേ. എന്തായാലും ബാറ്ററി ലൈഫിൽ കുഴപ്പമില്ല. ചാർജർ വയർലെസ് ചാർജിങ് പോലുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ പെർഫോമൻസ് കണ്ടാൽ നിങ്ങൾക്കറിയാം നല്ല ഫാസ്റ്റായ ഡീസൻ്റായ ഫിംഗർ പ്രിന്റ് സെൻസറാണ്. ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ ഫേസ് അൺലോക്ക് അത്ര സുഖമുള്ളതല്ല. പലപ്പോഴും ഫേസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇത് നമുക്ക് ഭൂരിഭാഗം സമയങ്ങളാണ് സംഭവിക്കുന്നുണ്ട്. കുറേ സമയത്തൊക്കെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും ഫേസ് അൺലോക്ക് ടോട്ടലി അത്ര സ്മൂത്ത് അല്ല എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. സോ ടോട്ടലി ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ പ്രൈസിൽ ഇതുവരെ കാണാത്ത ഒരു ഡിഫറൻറ്റ് ഡിസൈനും വയർലെസ് ചാർജിങ് ആൻഡ് റിവേഴ്സ് വയർലെസ് ചാർജിങ് ഫീച്ചറുകളുമാണ് ഇതിൻ്റെ ഈ ഒരു പ്രൈസിന് ഇതിനെ വർത്താക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ വാല്യൂ ഫോർ മണി ആയിട്ട് കാണില്ല. കാരണം അത് ഒഴിച്ച് നിർത്തിയാൽ, വയർലെസ് ചാർജിങ് ഒഴിച്ച് നിർത്തിയാൽ പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ പോരാ. ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ പോക്കോ F4 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 25,000 രൂപയ്ക്ക് തന്നെ സ്നാപ്ഡ്രാഗൺ 870 കൊടുക്കുന്നുണ്ട്. IQ Neo 6 30,000 രൂപ അല്ലെങ്കിൽ 29 രൂപ, ഓഫറിലൊക്കെ ആണെങ്കിൽ 27-28 രൂപയ്ക്ക് തന്നെ സ്നാപ്ഡ്രാഗൺ 870 കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസിൽ തന്നെ OnePlus 10R Tയോ അതേപോലെ റിയൽമി GT Neo 3യോ അങ്ങനെയുള്ള ഫോണുകളൊക്കെ ഇതിൻ്റെ പ്രൈസിൽ വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 870 ഡയമൻസിറ്റി 8100 ഒക്കെ വെച്ചുകൊണ്ട് വേറെ ലെവൽ പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. പെർഫോമൻസിൽ ഇത് പോരാ. ബാറ്ററി ചാർജിങ് 80 വാട്ട് 160 വാട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീര ലെവലുള്ള ഫാസ്റ്റ് ചാർജിങ് ചാർജർ അടക്കം ആ ഫോണുകളിൽ വരുന്നുണ്ട്. സോ അതെല്ലാം കണക്കിലെടുത്താൽ ഇതിനേക്കാൾ ബെറ്റർ വാല്യൂ ആ ഫോണുകളാണ്. കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വയർലെസ് ചാർജിങ് ആരുടെയൊക്കെ വീട്ടിലുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ വയർലെസ് ചാർജർ ആരുടെയൊക്കെ വീട്ടിലുണ്ടെന്നുള്ളത്. 90%, 89-90% റേഞ്ചിൽ ആൾക്കാരുടെ വീട്ടിലും വയർലെസ് ചാർജർ ഇല്ല. ബാക്കി 10% വീട്ടിലും മാത്രമേ വയർലെസ് ചാർജർ ഉള്ളൂ. അപ്പോൾ ആ ഒരു റിസൾട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 90% ആൾക്കാർക്കും ഈ വയർലെസ് ചാർജിങ് കൊണ്ട് യൂസ് ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കൊന്നും ഈ ഫോൺ വാല്യൂ ഫോർ മണിയും ആവാൻ പോകുന്നില്ല. ശരിയല്ലേ? ബാക്കി 10% ആൾക്കാർക്ക് മാത്രമാണ് വയർലെസ് ചാർജിങ്ങിൽ യൂസ് വരാൻ പോകുന്നുള്ളൂ. ഇനി ഈ 90% ആൾക്കാർ വയർലെസ് ചാർജർ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയുണ്ടാവും? വയർലെസ് ചാർജറിന് ഒരു 1500-2000 രൂപ റേഞ്ചിൽ വരും. അതിന് തന്നെ 15 വാട്ടിന് തന്നെ ആ റേഞ്ചിൽ വരും. പിന്നെ അതിന് ഒരു അഡാപ്റ്ററും കേബിൾ ഇവർ തരും. ഒരു അഡാപ്റ്റർ വേറെ വാങ്ങിക്കേണ്ടി വരും. ടോട്ടലി എങ്ങനെ പോയാലും ഒരു 2000 രൂപ എക്സ്ട്രാ ചിലവ്, 2000-2500 രൂപ റേഞ്ചിൽ എക്സ്ട്രാ ചിലവ് വരും. അപ്പോൾ ഇതിൻ്റെ വില ഓൾറെഡി 33,000 ആണ്. 35-36 രൂപ റേഞ്ചിലേക്ക് പോകും. പിന്നെ ഇതിൻ്റെ കേസ് എല്ലായിടത്തും കിട്ടില്ല. നത്തിങ്ങിൻ്റെ കേസ് വാങ്ങിച്ചിട്ടാൽ ഒരു 1000 രൂപ അതിനും പോകും. സോ 10-37,000 രൂപ റേഞ്ചിൽ കൊടുത്ത് വയർലെസ് ചാർജിങ് അടക്കം ഈ ഫോൺ ഉപയോഗിക്കാമെന്ന് പറയുമ്പോഴും അതിനുള്ളൊരു പെർഫോമൻസോ അതിനുള്ളൊരു ക്യാമറയോ അതിനുള്ളൊരു ബാറ്ററി സെറ്റപ്പോ ഒന്നും ഇതിനില്ല കമ്പാരിറ്റീവ്ലി മറ്റ് ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ അപ്പോൾ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഞാൻ പറയും. അറ്റ്ലീസ്റ്റ് ഈ 90% ആൾക്കാർക്കെങ്കിലും ഇത് വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ ചെയ്യാൻ യാതൊരു വഴിയില്ല. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. ഒരു ഇന്നോവേഷൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത് ഒരു ഡിഫറൻറ്റ് യൂണിക്കായ ഒരു സംഭവം ടെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. സോ ഫൈനലി ഈ ഫോൺ വാങ്ങിക്കാമോ എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ, നിങ്ങൾ പൈസ കൂട്ടി വെച്ച് മോഹിച്ചൊരു ഫോൺ വാങ്ങിക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഇതിപ്പോൾ തന്നെ ചാടിക്കയറി വാങ്ങിക്കേണ്ട. ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കുക, കുറച്ചും കൂടി കഴിയട്ടെ. ഒരുപാട് പേര് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ യൂസ്ഡ് എക്സ്പീരിയൻസ് വരുമ്പോൾ ഒരുപക്ഷെ പല അഭിപ്രായങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പറ്റുന്നതാണോ അല്ലയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ശേഷം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളിത് ഒഴിവാക്കുക. കാരണം നമുക്ക് ഈ ഒരു ബ്രാൻഡ് വന്നിട്ടേ ഉള്ളൂ. ഇവരെന്താണ് ചെയ്യുക, എങ്ങനെയാണോ ഒന്നും നമുക്കറിയില്ല. സർവീസ് എങ്ങനെയായിരിക്കും, ഒരു കാര്യങ്ങളും ഇപ്പോൾ ഒരു പിടിയില്ലാത്തൊരവസ്ഥയിലാണ്. സോ വെയിറ്റ് ചെയ്തിട്ട് ആലോചിച്ചിട്ടെടുക്കുക. പൈസ ഉള്ളവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. എടുക്കുക, പരീക്ഷിക്കുക. പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം. സോ പൊളിക്കുക. പക്ഷെ അതല്ലാത്തവർ തീർച്ചയായിട്ടും ആലോചിച്ചിട്ട് വെയിറ്റ് ചെയ്ത് ഒരുപാട് റിവ്യൂകൾ കണ്ട് ഒരു നല്ല അഭിപ്രായം രൂപീകരിച്ചിട്ട് നല്ല തീരുമാനം എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.